ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സമീപകാലത്തെ രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ്, ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിൻ്റെ വേർപാട്. തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത്. രാഷ്ട്രീയക്കാർ പലരും നെറ്റി ചുളിച്ചു. രാഷ്ട്രീയമറിയാത്ത, ഇന്ത്യ എന്നറിയാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഈ അഗാധമായ ഗർത്തത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുമെന്ന്. പക്ഷേ മൻമോഹൻ സിംഗ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ ഒരു മജീഷ്യനെ പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുവരെ രാഷ്ട്രീയമില്ലാതിരുന്ന അദ്ദേഹം ധനകാര്യമന്ത്രിയായ അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വമെടുത്തു. അന്ന് മുതൽ മരണം വരെ കോൺഗ്രസിൻ്റെ അർപ്പണബോധമുള്ള, കൂറുള്ള, അച്ചടക്കമുള്ള ഒരു നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തു. ലൈസൻസ് രാജ്യം, കോട്ട രാജ്യം അദ്ദേഹം അവസാനിപ്പിച്ചു. രാജ്യം ഉദാരവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ തുടങ്ങി. അതിനുശേഷം മറ്റൊരു യാദൃച്ഛിക അത്ഭുതമുണ്ടായി. എല്ലാവരും, പ്രതിപക്ഷ പാർട്ടികളൊന്നടങ്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചത്, അതിനുവേണ്ടി നിർദ്ദേശിച്ചത് ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു. സോണിയാഗാന്ധി ആലോചിച്ച് ഉറപ്പിച്ചു, ഈ സ്ഥാനം എനിക്ക് വേണ്ട, ഈ സ്ഥാനം ഞാൻ ഏറ്റെടുക്കില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൈവെള്ളിയിൽ കിട്ടിയിട്ടും വേണ്ടെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചാരെന്ന് എല്ലാവരും, ആരാണെന്ന എല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്നു. സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരാണ്. രണ്ടാമത്തെ നാടകീയത, രണ്ടാമത്തെ അത്ഭുതം. രാജ്യം തന്നെ പലരും നെറ്റിച്ചൊളിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ഈ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സങ്കീർണതകൾ, വൈവിധ്യം ഒന്നും അറിയാത്ത ഇദ്ദേഹം എങ്ങനെ ഈ രാജ്യത്തെ ഈ കുഴപ്പം പിടിച്ച കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കും? പക്ഷേ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപ്പച്ചരായ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ നിലയിൽ നിൽക്കേണ്ട ആളാണെന്ന് ബോധ്യപ്പെട്ടു. ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തു പറയുന്നു? അവർ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തൊടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയായ അദ്ദേഹം അത്ഭുതകരമായ, ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ഉദാരവൽക്കരണത്തിൻ്റെ പാതയിൽ കൂടി മുന്നോട്ട് പോയാണ് ഇന്ത്യൻ സമ്പദ്ഘടന രക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണ്. നാട് വിട്ട്, വീട് വിട്ടവരെല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലന്വേഷിക്കുകയാണ്. അവർക്ക് സ്വാഗതം കിട്ടുന്നു. അതിൻ്റെ കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഉദാരവൽക്കരണത്തിന് സമാന്തരമായി മറ്റൊരു നയം കൂടി സ്വീകരിച്ചു. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ, തൊഴിലില്ലാത്തവരുടെ, കിടപ്പാടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അത്യാവശ്യമാണ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത്
നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് അനുകൂല പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ പരിഷ്കാരം ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഫലമായി കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഭക്ഷണ സുരക്ഷാ ബില്ല് നിയമം ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, തൊഴിലില്ലാത്ത, വരുമാനമില്ലാത്ത കോടാനകോടി പാവങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏർപ്പെടുത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മറ്റൊന്ന്, കൃഷിക്കാർ കടം കൊണ്ട് കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ 72,000 കോടി വരുന്ന കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു.